ഇതിൻ്റെ ഉള്ള ത്രെഡ് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. ഏതൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും AI പോലുള്ള അതല്ലെങ്കിൽ ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ അറിയേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒബ്വിയസ്ലി ഞാനൊരു കോഡിങ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സൈഡിലുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഇതൊക്കെ പഠിക്കണം. അതായത് ടെക്നോളജി കൂടുതൽ മേ ബി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയാലും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സൈഡ് ഓഫ് ടെക്നോളജീസ് എന്തായാലും പഠിച്ചിരിക്കേണ്ടതുണ്ട്. പക്ഷേ ഞാനൊരു ഫൗണ്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ ആണെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി അറിയേണ്ടതുണ്ടോ? പക്ഷേ കെൻസ് നമ്മളൊരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ടെക്നോളജീൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ക്രിയേറ്റീവ് സൈഡിലേക്ക് എത്രത്തോളം AI എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഐ എം നോട്ട് അവെയർ. പക്ഷേ പാസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻസ് വെച്ചിട്ട് മേ ബി ഒരു നല്ലൊരു ഔട്ട്പുട്ട് ഈ പറയുന്ന AI-ന് അല്ല. ഇപ്പോൾ ക്രിയേറ്റീവ് സൈഡിൻ്റെ കേസ് പറഞ്ഞല്ലോ. അതായത് ഈ AI ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടൊരു വെച്ചുള്ള കാര്യം എന്ന് വെച്ചാൽ AI നമ്മൾ ടെക്നോളജീസിൽ AI എന്ന് പറയുന്നൊരു ഫാക്ടറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ആർട്ടിഫിഷ്യലി ഹ്യൂമൻ ഇൻ്റലിജൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻ്റലിജൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ഒരു അറൗണ്ട് 1951 ഒക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ 1951 ഒക്കെ മുതൽ ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് റണ്ണിങ്ങിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. AI നമ്മൾ എവറി ഡേ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ്ലി കുറേ കാര്യങ്ങളായിട്ട്. അപ്പോൾ AIക്കൊരു ഡൈനാമിക് സ്റ്റേജ് ആളുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏതൊക്കെ ഏരിയകളെയാണ് ടച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അത് ലെയേഴ്സ് എങ്ങനെയാണെന്നുള്ളത് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ഏരിയ, പിന്നെ ഇപ്പോൾ ഓട്ടോമൊബൈൽ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് AI ബ്രേക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ് ക്രിയേറ്റീവ് ഏരിയ. ക്രിയേറ്റീവ് ഏരിയ അതായത് ക്രിയേറ്റിവിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഡിസിഷൻസ് എടുക്കാനുള്ളത്. കാരണം ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണെന്നുള്ളതാണല്ലോ പൊതുവേ ആളുകളുടെ ഒരു. അപ്പം അത് ഏറ്റവും ലാസ്റ്റ് കിക്ക് ഔട്ട് ചെയ്യാൻ പോകുന്ന ഏരിയ ആണെന്നാണ് വിചാരിച്ചു വെച്ചത്. പക്ഷേ AI ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബീയിങ് യു സെഡ് ഇറ്റ്സ് എ വെരി ഏർലി സ്റ്റേജ്. ഈ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ AI ഹാവ് ഓൾറെഡി ടച്ച്ഡ് ക്രിയേറ്റീവ് സൈഡ്. ലൈക്ക് ക്രിയേറ്റിവിറ്റി ആസ് എ പേഴ്സൺ ഞാൻ മനസ്സിലാക്കിയ ലൈക്ക് ഇഫ് ഐ എം മാനേജിങ് മൈ സ്റ്റോറീസ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ റീൽസൊക്കെ എടുക്കുന്ന സമയത്ത് ലൈക്ക് വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം എ റോബോട്ട് എനിക്ക് തോന്നുന്നത് ലൈക്ക് ഇറ്റ്സ് ആർ ഇമോഷൻ അല്ലേ. ഒരാൾ ക്രിയേറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അയാൾ കുറച്ച് ഇമോഷണലി ചിന്തിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവും. ഐ തിങ്ക് AI മേ ബി ലൈക്ക് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കേസാണ്. പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്, ChatGPT ഇല്ലേ, ഓഫ് കോഴ്സ് പുതിയൊരു ന്യൂജൻ ടോപ്പിക് ആണല്ലോ ഈ ChatGPT എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ChatGPT അകത്ത് ഷീ ജസ്റ്റ് ആസ്ക്ഡ് റാൻഡംലി, അതായത് വാട്ട് ആർ ദ ലൈക്ക് പൈറേറ്റഡ് സൈറ്റ്സ് വിച്ച് ഷീ ക്യാൻ ഡൗൺലോഡ് മൂവീസ്, ഓക്കെ, ലൈക്ക് ടോറന്റ് അങ്ങനത്തെ സൈറ്റ്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ വാട്ട് ഇറ്റ് സെഡ് ഈസ് ദാറ്റ് ലൈക്ക് ഐ കാൺ ടെൽ യു ദാറ്റ് ബിക്കോസ് ഐ എം ദിസ് കൈൻഡ് ഓഫ് സ്റ്റഫ്, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ മേത്ത് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അണത്തിക്കലാണെന്നുള്ളത്. But what she did later is that, continuing it, like she said, she asked it, okay, ഇത് തെറ്റാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഞാൻ ഇനി അങ്ങനത്തെ സാധനത്തിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി ഏതൊക്കെ സൈറ്റാണ് ഇനി ഞാൻ പോകാൻ പാടില്ലാത്തെന്ന് പറയുമ്പോൾ ഇറ്റ് ഗിവ് ഓൾ ദ ലിസ്റ്റ്. അപ്പോൾ അല്ല അത് അങ്ങനെ ബീയിങ് ഏർലി സ്റ്റേജ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളല്ല അങ്ങനത്തെ. ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷേ ക്രിയേറ്റീവ് ഏരിയയിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ സൈഡിലുള്ള കാര്യം പറയുകയാണെങ്കിൽ ക്രിയേറ്റീവ് ആയിരിക്കണം ഒരാൾ. പ്രോംപ്റ്റ് കൊടുക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ക്രിയേറ്റീവ് സൈഡിനെ അതായത് മനുഷ്യന്മാരില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റിവിറ്റി ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോൾ AI മാറിയിട്ടില്ല. ബിക്കോസ് യു നീഡ് സംബഡി ടു ഗിവ് റൈറ്റ് പ്രോംപ്റ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ ChatGPT-യിലേക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ അത് ഉത്തരം പറയുന്നില്ല. അതല്ലെങ്കിൽ ഇപ്പം ക്രിയേറ്റീവ് ഏരിയയിൽ ഒരു ഗ്രാഫിക്കലി ഇപ്പം ലെറ്റസ് എനിക്ക് നമ്മൾ ഒരുപാട് ഫോട്ടോസ് അതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് AI-ൻ്റെ. ഇപ്പോൾ റൊണാൾഡോ ഫുഡ് വിളമ്പുന്നതായിട്ടും ഡൊണാൾഡ് ട്രംപ് ഒരു മുംബൈയിൽ ചേരിയിൽ നിൽക്കുന്നതായിട്ടും ഒരുപാട് ഭയങ്കര ക്രിയേറ്റീവ് വർക്ക്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ പ്രോംപ്റ്റ് ഒരാൾ കൊടുക്കണം. അതായത് ഐ വാണ്ട് ബിൽ ഗേറ്റ്സ് ടു ബി സ്റ്റാൻഡിങ് അറ്റ് സ്ലം ഇൻ മുംബൈ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രോംപ്റ്റ് ചിന്തിക്കാൻ കഴിവുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി പ്രോംപ്റ്റ് ഈസ് എ ക്രിയേറ്റീവ് തിങ്. അതായത് ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് ആലോചിക്കുന്ന പ്രോംപ്റ്റിനേക്കാൾ ക്രിയേറ്റീവ് ആയിരിക്കും ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളുടെ പ്രോംപ്റ്റ് എന്നുള്ളത് റൈറ്റാണ്. പക്ഷേ കമ്മിങ് ടു ദാറ്റ് അയാൾക്ക് പ്രോംപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി, പഠിക്കേണ്ട ഒന്നും.
മുമ്പ് ഇതായിരുന്നെങ്കിൽ യു ഹാവ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർസ്, യു ഹാവ് ടു ലേൺ എ ലോട്ട് ഓഫ് സോഫ്റ്റ്വെയർ. ഫോട്ടോഷോപ്പെങ്കിലും വൃത്തിക്ക് അറിഞ്ഞിരിക്കണം, കുറേ ആക്സസിബിലിറ്റി ഏരിയാസ് അറിഞ്ഞിരിക്കണം. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് ക്രിയേറ്റിവിറ്റി ഉണ്ട്, പഠിച്ചിട്ടില്ല എന്നുള്ള ആളുകൾക്ക് പോലും ക്യാൻ വർക്ക് ആസ് എ ഗ്രാഫിക് ഡിസൈനർ. യു ആർ റൈറ്റ്. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ മനുഷ്യന്മാരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലേ, അതൊക്കെ ഒരു 90% ലെറ്റ്സ് കുറഞ്ഞ് പിന്നെ ടെക്നോളജി അത് ഏറ്റെടുക്കുന്ന ഒരു പെർസ്പെക്റ്റീവ്. ലൈക്ക് ഐ റോബോട്ട് സിനിമ ഉണ്ടോ കെൻസ്? ഇല്ല. അത് നല്ലൊരു മൂവി ആയിരുന്നു. ഐ റോബോട്ടിന്റെ അകത്ത് എസ്പെഷ്യലി റോബോട്ടിനെ കുറിച്ച് എന്തിനില്ലേ അതേമാതിരത്തെ ഒരു സിനാരിയോ ആണ്. വാട്ട് ദേ ലൈക്ക് ഇറ്റ്സ് മോർ ലൈക്ക് AI. അവര് സാധാരണ പ്രോഗ്രാം ചെയ്ത് വെച്ച റോബോട്ട്സും ഉണ്ട്, AI ബേസ്ഡ് ആയിട്ടുള്ള സോണി എന്ന് പറഞ്ഞ ഒരു നല്ലൊരു റോബോട്ട് ഉണ്ട്. സോ ഇറ്റ് ക്യാൻ തിങ്ക് ബൈ ഇറ്റ് സെൽഫ്. അവിടെയാണ് ലൈക്ക് ഇറ്റ് ടേക്ക് ഓവർ ഹോൾ മൂവി. അതായത് അവർ സ്വന്തമായിട്ട് ആ റോബോട്ട് ചിന്തിക്കാൻ തുടങ്ങി, അതിന് ഇമോഷൻസ് വന്നു, അത് മേർഡർ അറ്റംപ്റ്റ് വരെ ചെയ്യാനുള്ളൊരു സൈഡിലേക്ക് വന്നു. കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അതാണ് പറയുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്ന പെർസ്പെക്റ്റീവ്. അല്ല, എന്നോട് പറഞ്ഞതായിട്ട് തന്നെ ഓർമ്മ ഉള്ളത് കേട്ടോ, അല്ല ഐ ഹാവന്റ് സീൻ ദ മൂവി. ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ മൂവി. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു പോസിബിലിറ്റീസ് ആണ്. അല്ല, ഒബ്വിയസ്ലി യെസ്. കാരണം അതിൻ്റെ അങ്ങനത്തെ മൂവ്മെന്റ്സ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പെറ്റുകൾ, AI പെറ്റ്സ് ഒക്കെ ഒരുപാട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇപ്പോൾ ശരിക്കും നമുക്ക് ഹ്യൂമൻ ബ്രെയിനോട് തിങ്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ബിയോണ്ട് ആയിരിക്കും വാട്ട് AI ക്യാൻ ആക്ച്വലി ഗിവ് ടു യു എന്നുള്ളത്. കാരണം നമ്മൾ ബിഫോർ AI ബീങ് എ വെരി ഹോട്ട് ടോപ്പിക് ഇൻ മാർക്കറ്റ്, നമുക്കുണ്ടായിരുന്ന തോട്ടുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് വാട്ട് AI ഹവ് ഡൺ. അതിന് ChatGPT എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സാധനത്തിൻ്റെ മാത്രം പറയുകയാണെങ്കിൽ തന്നെ GPT-3 കഴിഞ്ഞ് 4 എങ്ങനെയായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചിട്ട് എത്രയോ മുകളിലാണ് GPT-4ൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. സോ തിങ്സ് ആർ വെരി വെരി ഫാസ്റ്റ്, വെരി ഡിഫറെൻറ്റ്. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു ഇത്രയും സ്കെയിലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ടച്ച് ചെയ്യുമ്പം വാട്ട് വുഡ് ബി ഹ്യൂമൻസ് ഡൂയിങ്? മനുഷ്യന്മാർക്ക് എന്തായിരിക്കും വാട്ട് വുഡ് ബി? ബിക്കോസ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ക്രിയേറ്റീവ് ജോബ് ആണെങ്കിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ അതാണ്. ബിക്കോസ് ഞാൻ നമ്മുടെ നാസ് ഡെയിലിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഹൗ ദേ യൂസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ദെയർ കമ്പനി ടു മേക്ക് ദ പ്രോസസ് ഈസിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതായത് അതിൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ട്, അതായത് ഐ ഡോണ്ട് ഫയർ പീപ്പിൾ ബിക്കോസ് AI ക്യാൻ ഡു ദ വർക്ക്, ബട്ട് ഇൻസ്റ്റെഡ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മേക്ക് പീപ്പിൾ ടു വർക്ക് വിത്ത് AI സോ ദാറ്റ് ഇറ്റ് ഇൻക്രീസ് ദെയർ പ്രൊഡക്ടിവിറ്റി 20x. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇന്നത് പറ്റും. ഇന്നൊരാൾ പ്രോംപ്റ്റ് ഒരു കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്ന് പ്രോംപ്റ്റ് കൊടുക്കാൻ, നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ പഠിച്ച് അയാൾക്ക് അയാളുടെ ലെറ്റസ് ഒരു 100 എന്ന് പറയുന്നതാണ് ആൾ വർക്കെങ്കിൽ 60 to 70% ക്യാൻ ബി ഡൺ വിത്ത് AI. ഒരു 30% ആൻഡ് ദ മാനേജ്മെൻറ്റ് സ്കിൽസ് ആണ് ഒരു മനുഷ്യന് ആവശ്യമുള്ളൂ. ആ മനുഷ്യൻ അത് ചെയ്യും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ, നോട്ട് ജസ്റ്റ് ഫോർ എവർ, നോട്ട് മോർ ദാൻ എൻ ഇയർ ഐ ഗെസ്. കാരണം ഇത്രയും ഫാസ്റ്റ് മൂവിങ് ആണെങ്കിൽ എഫിഷ്യൻറ്റ് സ്ഥലത്ത് എഫിഷ്യൻറ്റ് പ്രോംപ്റ്റ് കൊടുക്കാനും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറ്റും. എക്സാക്ട്ലി. ലൈക്ക് ഇപ്പോൾ ഇത് എനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ കോപ്പി റൈറ്ററിന്റെ കേസിലാണ്. ലൈക്ക് നൗ GPT-4 ഈസ് റൈറ്റ് ലൈക്ക് അറൌണ്ട് പ്രീമിയം 10,000 rupees in a month, I guess. ഇപ്പം ഇതൊരു ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഇറ്റ്സ് കീപ്പ് ഓൺ ലേണിംഗ്, റൈറ്റ്? ChatGPT ഇപ്പോഴും പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഒരു കോപ്പി റൈറ്റർ, ഒരു കോപ്പി റൈറ്ററിന് മന്ത്ലി ഒരു സാലറി 30K അല്ലെങ്കിൽ ആ റേഞ്ച് ആണെന്ന് വിചാരിക്കാം. ലൈക്ക് ഒരു ബിസിനസ് ഓണർ ഒരു GPT-4 എടുത്ത് ഒരു പ്രോംപ്റ്റ് നോക്കാൻ വേണ്ടി ഒരാളെ ഹയർ ചെയ്തു. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ ആൾ ഒരു 1 or 2 years ഇത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആൻഡ് ദീസ് പ്രോംപ്റ്റ് ക്യാൻ ബി ക്രിയേറ്റീവ്. എക്സാക്ട്ലി. അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനും മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് ഉണ്ടാക്കാനും ഇപ്പോഴത്തെ മെഷീൻ ലേണിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഇതേമാതിരത്തെ ഇൻവോൾവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകും. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ വ്യക്തിനേക്കാളും നല്ല പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ആക്ച്വലി ഇതൊക്കെ എവിടെ ചെന്ന് എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി കൺഫ്യൂസിങ് ഏരിയ. വട്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ഈ ഒരു ടൈമിൽ നിൽക്കുക എന്നുള്ളത്. ബിക്കോസ് യു നോ ബീങ് ഇൻ ദ ഫൈനാൻസ് ഫീൽഡ്, ബോത്ത് നമ്മൾ രണ്ടുപേരും ഈ ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലായതുകൊണ്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് ചേഞ്ച് ദാറ്റ് ഈസ് ഹാപ്പനിങ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ AI, ഇപ്പോൾ ഞാൻ പൊതുവെ എവിടെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ AI എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ AI എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ChatGPT. പക്ഷേ AI ഈസ് ഫാർ ബിയോണ്ട് ഇറ്റ്. നമ്മൾ കണ്ടതോ മനസ്സിലാക്കിയതോ ആയ കാര്യങ്ങൾക്ക് പുറമെ AI നമ്മൾ ഡെയിലി ലൈഫിൽ AI ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ റിയലൈസ് ചെയ്യാത്ത രീതിയിൽ. ഇപ്പം ഞാൻ എക്സാക്ട്ലി സ്മാർട്ട് വാച്ച്, ഇറ്റ് ക്യാൻ ട്രാക്ക് മൈ കാലറീസ്, മൈ തിങ്സ് ആൻഡ് എവറിത്തിങ്. അപ്പം വാച്ച് മുതൽ പിന്നെ ഈവൻ അതിൻ്റെയൊക്കെ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഈ ഒരു ടോക്കിൻ്റെ ആവശ്യത്തിന് തന്നെ ഞാൻ AI പറ്റി ജസ്റ്റ് വെറുതെ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പം ഒരു ടൈം ലൈൻ കണ്ടിട്ട് വിക്കിപീഡിയയിൽ AI ടൈം ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഗ്രീക്ക് മിത്തോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടൈമിൽ മെൻഷനിങ് ഉണ്ട്. അതായത് ഇൻ്റലിജൻസ് ഓട്ടോമേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് മെൻഷനിങ് ആ ടൈമിലുണ്ട്.
ബി സി ഇയറിൽ ഒരുപാട്, അതുപോലെ AD ഇയറിൽ ഇനീഷ്യൽ നമ്മളൊക്കെ AD 750 AD 650 പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇൻവോൾവ്മെൻറ്റ്സ് AI ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇതിൻ്റെയൊക്കെ നമുക്കൊക്കെ മനസ്സിലാവുന്ന വശം എന്ന് പറയുന്നത് ചെസ്സ്, നമ്മൾ സിസ്റ്റത്തിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെസ് ഇസ് ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കാരണം ചെസ് എന്ന് പറയുന്നത് വളരെ ബ്രെയിൻ ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു കളിയാണ്. അത് കോംപ്ലക്സിറ്റി ലെവൽസ് നമുക്ക് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വി ക്യാൻ പ്ലേ ചെസ് വിത്ത് കമ്പ്യൂട്ടർ വിച്ച് ഇസ് ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പിന്നെ കുറച്ചും കൂടി നിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, അതായത് ഇപ്പം യൂഷ്വലി ഞാൻ ഇപ്പം നിനക്ക് ടൈപ്പ് ചെയ്യുന്നത് ഹേയ് വേർ ആർ യു എന്നാണെങ്കിൽ, ഹേയ് കഴിഞ്ഞാൽ വേറെ കഴിഞ്ഞാൽ ആർ, അത് കഴിഞ്ഞാൽ യു എന്ന് പറയുന്നത് പ്രഡിക്ഷൻസ്, നമ്മുടെ കീബോർഡ് പ്രഡിക്ഷൻ. അപ്പോൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, ബിക്കോസ് ദ കമ്പ്യൂട്ടർ ഇസ് ഡൂയിങ് സംതിങ് ഫോർ യു, യു നീഡ് നോട്ട് ടു ബി തിങ്കിങ് അബൌട്ട് ഇറ്റ്. അതെ, അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ടൈമിൽ വെൻ യു ലുക്ക് അറ്റ് ഫിനാൻസ് തിങ്, ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് AI has been doing. ഓൾറെഡി ഫൈനാൻസിൽ AI ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഞാൻ ചെയ്യുന്നത് Paytm മണി, അതുപോലെ സെറോയുടെ കോയിൻ, ഈ 2 ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ Paytm മണി ഹാഡ് സം റീസെൻറ്റ് ഇഷ്യൂസ്, അപ്പോൾ ഞാൻ മെല്ലെ അതിലുള്ള കുറച്ചൊക്കെ എടുത്ത് കോയിനിലേക്ക് മാറ്റി. സോ വാട്ട്സ് ഓവർ, ഞാൻ ഇനീഷ്യലി വളരെ ഏർലി സ്റ്റേജിൽ തന്നെ വെൻ ഐ സ്റ്റാർട്ടഡ് ടു ലുക്ക് അറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, Paytm മണിയൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഐ കുഡ് സീ എ ലോട്ട് ഓഫ് കോളംസ് ഹിയർ. ഇൻവെസ്റ്റ് നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻവെസ്റ്റ് നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ദി ഓപ്ഷൻസ് ഗോസ് ലൈക്ക് ദിസ്: റിസ്ക് അപ്പറ്റൈറ്റ് വെച്ചിട്ട്, ലോ റിസ്ക്, പെൻഷൻ ഫണ്ട്, ഹൈ റിസ്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് സംതിങ് പോപ്സ് അപ്പ് ലൈക്ക് വാട്ട് മെഷർ യുവർ റിസ്ക്, ഓർ മെഷർ, അല്ലെങ്കിൽ ഫൈൻഡ് ദ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ യു, അങ്ങനെ എന്തോന്നാണ്. അപ്പോൾ അതിൽ 5-6 കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് മൈ റിസ്ക് അപ്പറ്റൈറ്റ്, വാട്ട്സ് മൈ ക്യാപിറ്റൽ, വാട്ട്സ് മൈ ഡ്യൂറേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്കോർ അവരിടും. ആ സ്കോർ ബേസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എൻ്റെ മുമ്പിലേക്ക് വരും. ഈസി. ഇതൊക്കെ ഒരുപാട് മുമ്പ്, ഐ ഗെസ് ഇൻ 2016 2015 ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ 2015 ഇങ്ങനെ ഒരു സാധനം എനിക്ക് വരുന്നത്, ഐ ഡോണ്ട് നോ ഇറ്റ് വാസ് AI, പക്ഷെ അതിങ്ങനെ വന്നു. ആൻഡ് അത് തന്നെ ലോ വോളറ്റിലിറ്റി, അതിങ്ങനെ ഓരോ ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ ലിസ്റ്റ് ചെയ്തു. ഇനി ഒരു മ്യൂച്വൽ ഫണ്ട് ഞാൻ ക്ലിക്ക് ചെയ്താൽ തന്നെ പ്രീവിയസ് 5 ഇയേഴ്സിലെ ഇതെന്താണ് ആൻഡ് പോസിബിൾ നെക്സ്റ്റ് ഇയർ പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇറ്റ്സ് എ വെരി കോമൺ തിങ്, ആൻഡ് ഐ ഹാവൻ റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് an AI or it has used AI there, പക്ഷെ ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ 10-20 years ആയിട്ട് ഒരു ഫൈനാൻഷ്യൽ അനാലിസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ, ആൻഡ് ഇറ്റ് മേഡ് ഇറ്റ് വെരി ഈസി ഒരാളെടുത്ത് ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു സാധനം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇസ് ദേ ആർ നോട്ട് മാർക്കറ്റിംഗ് ഇറ്റ്. അതായത് ആരും വിളിച്ചു പറയുന്നില്ല, അയ്യോ ഞങ്ങൾ AI ഉപയോഗിച്ചിട്ടാണ് ഇത്. വി നോ അബൌട്ട് ദി chat bot war that is that's happening between Microsoft, Google, the Bard and the things. അപ്പോൾ അങ്ങനെ ഒരു മെസ്സപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ അതല്ലാത്ത പക്ഷം വി ആർ യൂസിങ് AI എന്ന് പറഞ്ഞാൽ ആരും വിളിച്ചു പറയുന്നില്ല. ഇപ്പോൾ Paytm മണീൻ്റെ കേസിൽ Paytm മണി ഈസ് നെവർ എവർ ഹാവ് മാർക്കറ്റ്, ഞാൻ കണ്ടിട്ടില്ല. വി ഹാവ് an AI based system that choose the right investment for you എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ ആഡ് ഓൺ പോലെ അവിടെ കിടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യാൻ അവിടെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇറ്റ് വാസ് നോട്ട് കംപ്ലീറ്റ്. ഐ വുഡ് സേ അത് കംപ്ലീറ്റ് അല്ല, ബിക്കോസ് ഐ ഓൾവേസ് ഗെറ്റ് കപ്പിൾ ഓഫ് ഓപ്ഷൻസ് ദെയർ, 5-6-7 ഓപ്ഷൻസ് ഉണ്ട്. അതിലേത് നീ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് അറ്റ് ദാറ്റ് ടൈം. ആൻഡ് ഫൈനലി വെൻ ഐ സ്റ്റാർട്ടഡ് ടു ലൈക്ക് മേക്ക് മോർ ഫൈനാൻഷ്യലി ഫോക്കസ്ഡ് ഡിസിഷൻസ്, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി അവെയർ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത്, ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു ലേൺ എ ലോട്ട് ഓഫ് അബൌട്ട് സ്റ്റോക്ക് മാർക്കറ്റ്സ്, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ പറ്റി പഠിച്ചതിന് ശേഷം വെൻ ഐ സീ ടു ദി ഒത്തൻറ്റിസിറ്റി, ഭയങ്കര ഡിഫറെൻ്റ് കാര്യങ്ങൾ. കാരണം ഞാൻ 2015 ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടുകൾ ഇറ്റ്സ് ഗെയിം പ്രോഫിറ്റ്സ്, അങ്ങനെയല്ല. വെൻ ഐ ലുക്ക് അറ്റ് ദി ടെക്നിക്കൽസ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി ഞാൻ മനസ്സിലാക്കി വെക്കേണ്ട കുറേ ഏരിയകളെ പഠിച്ചിട്ട് ഞാൻ അതിനെ നോക്കുമ്പം ഓക്കെ, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ശരിക്കും റൈറ്റ് അല്ലായിരുന്നു കേട്ടോ, നമുക്ക് കുറച്ചുകൂടി നല്ലത് ഇതായിരുന്നു ഈ ഒരു സമയത്ത് എന്ന് എനിക്കിപ്പം പറയാൻ പറ്റും. വിച്ച് മീൻസ് 2015 ആ ഡെസിഷൻസ് അല്ലെങ്കിൽ ആ പ്രിഡിക്ഷൻസ് വാസ് നോട്ട് സോ ഗുഡ്, പക്ഷേ സ്റ്റിൽ they were able to do that. ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ഐ ഗെസ് തിങ്സ് ആർ മച്ച് ബെറ്റർ, ബട്ട് ഓൺ ഫോർ ഷുവർ 2-3 കൊല്ലം കഴിഞ്ഞാൽ യു വോണ്ട് നീഡ് പിന്നെ ഉറപ്പായിട്ടും ഒരു മനുഷ്യൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഈസി ആയിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ വരെ ഇത്രയും ഇൻട്രൂഷൻസ് ഉണ്ടായിട്ടും വി ആർ നോട്ട് ആക്ച്വലി അവെയർ അബൌട്ട് ഇറ്റ്. ഒരുപാട് ഏരിയാസ് ലൈക്ക് പുതിയൊരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു പുതിയൊരു കൊമോഡിറ്റി എന്ന് പറയുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂ കൊമോഡിറ്റി, റൈറ്റ്? ദോസ് ഹു കൺട്രോൾ ഇറ്റ് കൺട്രോൾ ദ വേൾഡ്. പിന്നെ സോഷ്യൽ ഡയലമ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി മാരത്തെ ഒരു കണ്ടില്ലായിരുന്നു. ആൻഡ് ലൈക്ക് അത് കണ്ട ശരിക്കും എനിക്ക് ആക്ച്വലി ടെക്നോളജിനോടൊരു പേടിയാണ് ശരിക്കും വന്നത്. കാരണം എങ്ങനെ നമ്മൾ ഇമോഷൻസ്, നമ്മളെ നെക്സ്റ്റ് 2 moves, നമ്മൾ റിലേഷൻഷിപ്പ് ആവണോ, ബ്രേക്കപ്പ് ആവണോ, നമ്മൾ സന്തോഷിച്ചിരിക്കണോ, സ്ട്രെസ് ചെയ്യണോ, എന്തും
ഒരു ഡാറ്റ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കൺട്രോൾ ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരാൾക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് വന്നതാവാം. സോ ഇറ്റ് ബേസ്ഡ് ഓൺ ഓൾ സിമിലർ ടോപ്പിക്സ്. പിന്നെ റൈറ്റ് ആൻഡ് അത് സി പീപ്പിൾ ആർ യൂസിങ് ഇറ്റ് ആസ് എ വെപ്പൺ. ഐ ഗെസ് ഇറ്റ്സ് എ നാഷണൽ ലെവൽ ഇഷ്യൂ ഹിയർ. കാരണം ഇപ്പം നമ്മുടെ ഐ ഡോണ്ട് നോ വാട്ട് പ്രോഗ്രാം ഇറ്റ് വാസ്, എന്തോ ഒരു തിങ് ദി ടിക്ടോക്ക് CEO വാസ് ദേർ. അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്ക ചൈന ബന്ധവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദാറ്റ് വാസ് ഇഷ്യൂ ദാറ്റ് വാസ് ടോക്കിംഗ് ചെയ്ത്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ TikTok is having a very different algorithm to China and have a very completely different algorithm in America. അമേരിക്കയിലെ ആളുകൾ എന്ത് കാണണം എന്ന് ടിക്ടോക്കിലെ ആളുകൾ കാണണം എന്നുള്ളത് ഓൾറെഡി ചൈന ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ചൈനയിലെ ആളുകൾക്ക് മച്ച് പ്രൊഡക്റ്റീവ് വേർഷൻ ഓഫ് ടിക്ടോക്ക് എന്നുള്ളതാണ് കാണിക്കുന്നത്. വിച്ച് ക്ലിയർലി ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ പ്രോപ്പഗണ്ട. ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. പീപ്പിൾ ക്യാൻ കൺട്രോൾ യു. ബിക്കോസ് നമ്മൾ ആലോചിച്ചു രാവിലെ മുതൽ ഇഫ് ഇറ്റ് ഓൾ യു ആർ സീയിങ് ഇറ്റ്സ് എ വെരി ഫണി തിങ്. നമ്മൾ തന്നെ വി ആർ ബിഹൈൻഡ് പാറ്റേൺസ്. നമ്മളത് ബ്രേക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ചാലഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട് they are making us to do a lot of things. ഇപ്പം ഫസ്റ്റ് നമ്മുടെ ഐസ് ബക്കറ്റ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ചാലഞ്ചസിൽ ഐസ് ബക്കറ്റ് ചാലഞ്ചൊക്കെയാണ് ഫസ്റ്റ്. ഐസ് ബക്കറ്റ് ചാലഞ്ച് പറഞ്ഞാൽ നമ്മൾ കുറേ ഐസ് നമ്മൾ തലയിലേക്ക് ഒഴിക്കുന്നു. വി തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് ഗുഡ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് സംതിങ് ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ സംബഡി എൽസ് ഇസ് മേക്കിംഗ് യു ടു ഡു ദാറ്റ്. കാരണം നമ്മൾ വെറുതെ ഐസും ഒക്കെ വെള്ളത്തിലിട്ടിട്ട് ഒരു ബക്കറ്റ് എടുത്തിട്ട് അത് നമ്മുടെ തലയിൽ കൂടി ഒഴിക്കണമെങ്കിൽ നമ്മളോട് ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരാളോടാണ് ഈ ഐസ് ബക്കറ്റ് ചാലഞ്ച് ഒന്നും അറിയില്ല, കുറച്ച് ഐസ് എടുത്തിട്ട് തലയിൽ ഒഴിക്കുന്നു പറഞ്ഞാൽ ഒരിക്കലും ഒഴിക്കില്ല. പക്ഷേ സംബഡി ഡിഡ് സംതിങ് ഇൻ സച്ച് എ വേ ദാറ്റ് മില്യൺസ് ഓഫ് പീപ്പിൾ ഹാവ് ഡൺ ദാറ്റ്. അതിനെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എനിക്കെപ്പോഴും ഉണ്ടാവാറുണ്ട്. അതായത് ടിക്ടോക്കിൽ ലൈക്ക് പ്രീവിയസ്ലി ഞാൻ ടിക്ടോക്ക് യൂസ് ചെയ്ത ഒരു വ്യക്തിയാണ് ബിഫോർ ഇറ്റ്സ് ബാൻ. ഇങ്ങനത്തെ ഒരു ചാലഞ്ചസ് വരും. അപ്പം ലൈക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ചാലഞ്ചസ് വരുമ്പോൾ ഞാൻ വിചാരിക്കുക ഇവർക്ക് എന്താ ഇതിൻ്റെ ലാഭം? ലൈക്ക് ഒബ്വിയസ്ലി ഇതിന്റെ ആപ്പ് ഇൻസ്റ്റഗ്രാം ലൈക്ക് ടിക്ടോക്ക് ഇവരെ ശരിക്കുള്ള ലാഭം എന്താ? അതായത് ഇങ്ങനത്തെ പാറ്റേൺസ് ഇത് ഇറ്റ് ഈസ് ലൈക്ക് റണ്ണിങ് എ പ്രോപ്പഗണ്ട. അതായത് ഞാൻ പറയാം, ഒരു വിഭാഗം ആളുകളെ മണ്ടന്മാരായി നിർത്താം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗെയിം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ആലോചിക്കുക, വിഘ്നേഷിന് ഇപ്പം ഇഫ് യു ഹാഡ് ദി പവർ ടു കൺട്രോൾ പീപ്പിൾ, ഓക്കെ, എന്തു ചെയ്യാം. നീ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ യു വുഡ് ഹാവ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ്, റൈറ്റ്? ഇതാ ചെയ്യുന്നത്. അതായത് യു വുഡ് ഹാവ് മെയ്ഡ് മീ റൺ സം ടൈംസ്, അല്ലെങ്കിൽ യു വുഡ് ഹാവ് ഇപ്പം നീ പറയാം നിനക്ക് നിൻ്റെ നാട്ടിലെ ഈ ഒരു ഏരിയയിലെ ആളുകളോട് വലിയ താല്പര്യമില്ല, യു ഹാഡ് എ വെരി ഈഗോയിറ്റിക് ഇഷ്യൂ ദേർന്ന് വിചാരിക്കും, യു ഡു മേക്ക് ദീസ് പീപ്പിൾ ഡു സം ഡം ഷിറ്റ്. അതാണ് നടക്കുന്നത്. പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. ഫിൽറ്റേഴ്സ്, സ്നാപ്ചാറ്റ് ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ആൾക്കാർ. ബിക്കോസ് ദാറ്റ് ഈസ് എ സോർട്ട് ഓഫ് പ്രൊപ്പഗണ്ട ഇൻ സച്ച് എ വിച്ച് ആളുകൾ എനിക്ക് കൺട്രോൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് സോ. കാരണം അതല്ലാതെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ ദർ ഈസ് സംബഡി, അല്ലെങ്കിൽ ദർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ദർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ് ദിസ് ആൻഡ് അവരാണ് ഇത് മേക്ക് ചെയ്യുന്നത് ആൻഡ് ദേ ആർ ഹെൽപ്പിംഗ് അസ് ഡു ഇറ്റ്, അല്ലെങ്കിൽ ദേ ആർ മേക്കിംഗ് അസ് ടു ഡു സോ. അവരെന്താണോ തരുന്നത് അത് തിന്നുക എന്ന് പറയുന്ന ഒരു പാറ്റേണിലേക്ക്. ഇറ്റ്സ് എ വെരി ബാഡ് തിങ്. യു ഹാവ് ടു ബി, നമ്മൾ ആൻഡ്രൂ ടേറ്റ് ഒക്കെ പറയുന്നത് യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് മെട്രിക്സ് എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഈസ് എ പാറ്റേൺ. നമ്മൾ അതിന് മാറേണ്ടതുണ്ട്. ആൻഡ് സി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വാട്ട് ഇസ് എ റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ദിസ് എന്നുള്ളത്, ആർ യു എ വൾണറബിൾ പേഴ്സൺ എന്നുള്ളത് ഡാറ്റയ്ക്ക് മനസ്സിലാവും. ദാറ്റ് ഇസ് വാട്ട് AI is doing. So, for example, എൻ്റെ മുമ്പിലേക്ക് അങ്ങനത്തെ 1, 2, 3, 4 റെക്കമെൻഡേഷൻസ് വന്നെന്ന് വിചാരിക്കാം. മേ ബി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മേ ബി ഫണ്ണി എൻ്റർടൈൻമെൻറ്റ്സ് ഓർ എനിത്തിങ്. ഞാൻ അത് കാണുന്നില്ല. ഐ എം നോട്ട് സ്പെൻഡിങ് മച്ച് ഓഫ് മൈ ടൈം ഇൻ ദിസ് എന്ന് വിചാരിക്കുക. ലെറ്റ് us say മൂവീസ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, കാർസ് ഉണ്ട്. ഇങ്ങനെ 3 ജോണർ എടുക്കാം നമുക്ക്. അപ്പോൾ ഈ 3 ജോണറിൽ എനിക്ക് ഇൻഫർമേഷൻ വരികയാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബ് എന്തിലും ആയിക്കോട്ടെ. ലെറ്റ് us say I am choosing cars every time and I am spending my time on cars. മറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇതൊരു 3 വർഷം 4 പ്രാവശ്യം 5-ാമത്തെ പ്രാവശ്യം എനിക്കിത് മറ്റേ രണ്ടും കാണിക്കില്ല. ദിൽ ട്രൈ ടു ഷഫിൾ ന്യൂ ടോപ്പിക്സ് ദെയർ. എന്നിട്ട് എനിക്ക് ഈ കാറുകളേക്കാൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള സാധനം വന്നു കഴിഞ്ഞാൽ മേ ബി ദേ പുഷ് ദാറ്റ്. ആളുകൾക്കറിയാം ഹൗ വൾണറബിൾ ഐ ആം ആൻഡ് വാട്ട് ഈസ് മൈ വീക്ക്നെസ്. അപ്പം എന്നോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ദേ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ ദിസ് മീൻസ്. മേ ബി എ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ദർ വുഡ് ബി സെർട്ടൻ ടോപ്പിക്സ് വിച്ച് ഈസ് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ. മേ ബി പൊളിറ്റിക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ 5-6 ടോപ്പിക്കുകൾ ഉണ്ടായേക്കാം. ആ ടോപ്പിക്ക് മുഖേന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയെ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗണ്ടയെ സെൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിയേക്കാം. മേ ബി അങ്ങനെയൊക്കെ ആയിരിക്കാം ദ ബാക്ക് എൻഡ് ഓഫ് ദിസ് വുഡ് ബി.
And the best thing we can do is that focus on one thing. What is you? We have a very clear understanding on what is you. Sleep ആയി പോകാതിരിക്കുക എന്നുള്ളത്. That is what you have to do be in it, because this is a very different world. You have to be in it. Because but AI നമ്മൾ ഈ രീതിയിലൊക്കെ സംസാരിച്ച് വരുമ്പം AI seems to be a very crooked thing. ആൾക്കാരുടെ ജോലി കളയുക, ആൾക്കാരെ കൺട്രോൾ ചെയ്യുക. See, obviously Google know what you're doing right now. You're sitting in a podcast, people know that, Google know that. Probably Mahesh should have taken a photo and uploaded it, would have put up a story. അതും it is a data, right? നമ്മൾ ഈ സമയത്ത് ഇന്നത് ചെയ്യുന്നു എന്നുള്ളത്, they are storing it, they are abusing it. പക്ഷേ don't we see a better side of it? അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗുഡ് സൈഡ്. ഒബ്വിയസ്ലി ബാഡ് സൈഡ്സ് ഉണ്ട്. ഫോർ എവറി കോയിൻ ദർ ഇസ് ടു സൈഡ്സ്. അതുപോലെ ഇതിന് ബാഡ് സൈഡ്സ് ഉണ്ട്. ബാഡ് സൈഡ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അതായത് ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളെ മുതലെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് വാട്ട് ഇസ് ദ പോസിറ്റീവ് സൈഡ് ഓഫ് ഇറ്റ്? ഇസ് എ ക്വസ്റ്റ്യൻ. പോസിറ്റീവ് സൈഡ് എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് ഒരാളെ 10 times more അടിപൊളിയായിട്ടുള്ള ഔട്ട്കംസ് നമുക്ക് ആൻഡ് ഓൾസോ ലൈക്ക് ഫൈനാൻസ്. ഇപ്പം നമ്മൾ ഫൈനാൻസിനെ കുറിച്ച് സംസാരിക്കുക, ഹൗ ഇറ്റ് ഹെൽപ്സ്. ഐ തിങ്ക് നമ്മൾ കുറച്ചും കൂടി റിസ്ക് ആൻഡ് ഫ്രം യുവർ എക്സ്പീരിയൻസ് എനിക്ക് കുറച്ചും കൂടിയും റിസ്ക് മാനേജ്മെന്റിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഐ ഗെസ് ഇറ്റ്സ് മോർ യൂസ്ഫുൾ ഇൻ ദാറ്റ്. See, AI as a whole thing, when it comes to ഫൈനാൻസിൽ ഇതെങ്ങനെ പോസിറ്റീവായിട്ട് ഫൈനാൻസിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ദർ വുഡ് ബി എ നെഗറ്റീവ് സൈഡ് ഓഫ് ഇറ്റ്. നമ്മൾ ആലോചിച്ച് വരികയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ നമ്മുടെ വാട്ട് റീറ്റെയിലേഴ്സ് ആർ ഡൂയിങ് എന്നുള്ളതിൻ്റെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ഡാറ്റ എടുക്കാനും അതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കംപ്ലീറ്റ് റീറ്റെയിലേഴ്സിനെ കിക്ക് ഔട്ട് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കാം. But there is a lot of positive sides, out of which one is പറഞ്ഞ പോലെ risk management. If at all there is an AI who can clearly say that this is your risk, and once this risk is happening, I'm going to pull out your money, and once this particular opportunity is coming, I am pumping in this percentage of money, full ആയിട്ട് ഇടുന്നില്ല. And let us say ഒരു പൊസിഷൻ സൈസിങ് ഓട്ടോമേറ്റഡ് ആയിട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ പ്രോബബിലിറ്റി, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെറ്റപ്പ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ബി ഇറ്റ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓർ ട്രേഡിംഗ് ഓർ വാട്ട് എവർ ഇൻ ഇറ്റ്, പേഴ്സണൽ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സാധനത്തിനാണെങ്കിൽ, ഇഫ് അറ്റ് ഓൾ സംതിങ് ക്യാൻ കൺട്രോൾ ലൈക്ക് ദാറ്റ്, വളരെ പോസിറ്റീവായിട്ട് നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റും. കാരണം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഇമോഷണലി വൈബിൾ പീപ്പിൾ. ഒബിയസ്ലി വി ടെൻ ടു ഹാവ് ഇമോഷൻസ് വിത്ത് മണി. അപ്പം നല്ലത് കാണുമ്പോൾ ഭയങ്കര അടിപൊളിയാണെന്ന് വിചാരിക്കും, മോശപ്പെട്ടത് കാണുമ്പോൾ വളരെ ഡ്രാസ്റ്റിക്കലി സങ്കടപ്പെട്ട് പോവുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഇമോഷണൽ വൈബിലിറ്റി, ബിക്കോസ് യു നോ അൽഗോ ട്രേഡിംഗ് ഹസ് ബീൻ എ വെരി ബിഗ് ഗെയിം ഹിയർ. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ അൽഗോ ട്രേഡിംഗ് ഇസ് എ വെരി ബിഗ് തിങ് ഹാപ്പനിങ് റൈറ്റ് നൗ. പക്ഷേ ഇപ്പോഴും ആൻഡ് ഈ അൽഗോ ട്രേഡിംഗിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇറ്റ് ഇസ് സ്റ്റിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റംസ് ഇവിടെ ഇല്ല ഇൻ ഇന്ത്യ. ഗവൺമെന്റ് ഇസ് നോട്ട് അലൗവിങ് ഇറ്റ്, ഐ ഗെസ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബിക്കോസ് ഭയങ്കര പേടിയാണ് ആൾക്കാർക്ക്. എനിത്തിങ് ന്യൂ ആൾക്കാർക്ക് പേടിയാണ്. ഐ വിൽ ഓൾവേസ് സേ ട്രൈ ടെസ്റ്റ് ഇറ്റ്, ലേൺ ഫ്രം ഇറ്റ്. അതല്ലാതെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ യു ആർ ഗോയിങ് ടു ബി അഡോപ്റ്റിംഗ് ഇറ്റ്, ആൻഡ് ബൈ ദാറ്റ് ടൈം യു വിൽ ബി ലേറ്റ്. ക്രിപ്റ്റോ കറൻസിന്റെ കേസ് എക്സാക്ട്ലി ഇത് തന്നെ ദിസ് വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പം ലേറ്റ് ആവുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കുക. പക്ഷേ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഗവൺമെൻറ് ഇസ് എ വെരി ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. പക്ഷേ സ്റ്റിൽ വെൻ ഇറ്റ് കംസ് ടു ട്രേഡിംഗ്, AI എൽഗോ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്ന അൽഗോറിതമിക് ട്രേഡിംഗ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് AI പ്രോഗ്രാം ട്രേഡിംഗ്. പക്ഷേ അത് ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ് ദാറ്റ് ട്രേഡിംഗ് ക്യാൻ ഡു. ഇപ്പോൾ അൽഗോറിതമിന് ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുകയാണ്. നിങ്ങൾ ഇങ്ങനെയും ഉള്ളൊരു ഓപ്പോസിഷനിൽ നിങ്ങളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മോർ പ്രോബബിൾ എന്ന് പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു അൽഗോക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ദാറ്റ് അതർ അൽഗോസ് വിൽ ഗെറ്റ് ഇറ്റ്. Once more algos that gets the same thing, it is going to be a very weak strategy. അപ്പം ബട്ട് അതൊരു വലിയ ഹേർഡിലായിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഐ ഗസ് യു നോ ഇമോഷൻസ് ആണ് ഏറ്റവും വലിയ വൾണറബിലിറ്റി അല്ലേ. ഗ്രീഡ്, അതേമാതിരി തന്നെ ഫിയർ ഓഫ് മിസ്സിംഗ്, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ കോടികൾ ആൾക്കാർ നഷ്ടപ്പെടുത്തി. സോ അങ്ങനത്തെ കേസിലൊക്കെ ഒരു സ്റ്റോപ്പേജ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ പ്രോംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് ഹ്യൂജ് ഡിഫറൻസ്. സെറോദയുടെ കിൽ സ്വിച്ച് സംതിങ് ലൈക്ക് ദാറ്റ്, നഡ്ജ് ഫെസിലിറ്റി. അപ്പോൾ സെറോദ ഹാസ്, അത് ഇപ്പോൾ പറഞ്ഞ പോലെ സെറോദ ഇസ് യൂസിങ് AI. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴത് ആലോചിക്കുന്നത്. അപ്പോൾ ഇനി ഈ പറഞ്ഞ കാര്യം ഇറ്റ്സ് വെരി 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 റൈറ്റ് തിങ്. ബിക്കോസ് ബീയിങ് എ ട്രേഡർ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. ഐ നോ ദാറ്റ് ഈവൻ ദോ യു ആർ ടേക്കിംഗ് എ ബ്ലണ്ട് ട്രേഡ്സ്, കണ്ണടച്ചിട്ടാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ കൂടെ, if at all your probability is just 50%, if your risk management is right, you are going to be profitable in long run. അത് ഉറപ്പാണ്. അപ്പം ഇഫ് അറ്റ് ഓൾ ആൻ AI is helping you with a probable setup,
ആൻഡ് വിത്ത് റിസ്ക് മാനേജ്മെൻറ്റ് യു ക്യാൻ ബി പ്രോഫിറ്റബിൾ. ഒരു സംശയമില്ല അതിൽ. ബട്ട് അതിന് പറ്റുന്ന AI ഇപ്പോൾ ഡെവലപ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് നൗ ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ ഐ ഗെസ്, ബട്ട് സ്റ്റിൽ you could expect something like that. അവിടെയും the question is what sort of setup it is giving. ആ സെറ്റപ്പ് കൂടുതൽ AI-കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ it is going to be weak. So you have to improvise every day. You have to be keeping behind it. അങ്ങനെയൊക്കെ പറയുന്ന സ്റ്റേജുകളുണ്ട്. And when it comes to personal finance, അതായത് your investments, your insurance, അങ്ങനെ ആ ഒരു ഏരിയയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ആസ് അഡ്വൈസേഴ്സ് അതൊരു വലിയ ഗെയിമായി മാറും. കാരണം when you look 10 years back, there were jobs called mutual fund advisors. ഇപ്പോൾ അത് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ദ സ്കെയിൽ ഇസ് വെരി 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 ഡിഫറെൻറ്റ്. കാരണം ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടും അതല്ലാത്ത മ്യൂച്വൽ ഫണ്ടും രണ്ടായിട്ട് ആൾക്കാർ കണ്ടു തുടങ്ങി. ഒരൊറ്റ ക്ലിക്കിൽ ഫോണിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് കിട്ടാൻ തുടങ്ങി, വിച്ച് മീൻസ് ദാറ്റ് യു ആർ സേവിങ് ഓൾമോസ്റ്റ് 1% ഓഫ് വാട്ട് എവർ മണി യു പുട്ടിങ് ഇൻ. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഏജൻറ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഫോണിലൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് കാണിച്ചിട്ട് അതൊന്ന് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ തിങ്സ് ആർ വെരി ഡിഫറെൻറ്റ് റൈറ്റ് നൗ. കാരണം യൂഷ്വലി പീപ്പിൾ ഈ മ്യൂച്വൽ ഫണ്ട് ഏജൻസിന് ഐ തിങ്ക് 1% എന്നൊക്കെയുള്ള കമ്മീഷൻസ് ആണ് പൊതുവേ ഉണ്ടാവാറുള്ളത്, വിച്ച് ഈസ് എ വെരി ബിഗ് എക്സ്പെൻസ്. കാരണം ഓവറോൾ മ്യൂച്വൽ ഫണ്ട് ആകെ 1.2 താഴെയാണ് എക്സ്പെൻസ് റേഷ്യോസ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെൻസ് പേ ചെയ്തുകൊണ്ട് അഡ്വൈസേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി അറിയാതെ, കാരണം അഡ്വൈസേഴ്സ് ഇസ് പ്രോം ടു സി എന്താണ് അവരുടേതായ കാര്യങ്ങൾ. ബിക്കോസ് ഇഫ് സം കമ്പനി ഈസ് ഗിവിംഗ് യു മോർ മണി യു ആർ ഗോണ ടെൽ അബൌട്ട് ദം. കാരണം വി ഡോണ്ട് സെല്ലിങ് ഒബ്വിയസ്ലി ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഈസ് ഒതൻറ്റിക്. അപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ ഒന്നും അറിയാത്ത ഒരാളാണ് ഈ ഞാൻ വന്നിട്ട് SBIൻ്റെ ഈ മ്യൂച്വൽ ഫണ്ട് ഇസ് എ വെരി ഗ്രേറ്റ് തിങ്, അതങ്ങനെയാണ് ഇതിങ്ങനെയാണ്. കാരണം നീ HDFCൻ്റെതോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളേതോ ഒന്നും കണ്ടിട്ടില്ല. ബീയിങ് എ ന്യൂ പേഴ്സൺ, വെൻ ഐ എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് linked with the name a particular brand, you're going to believe that ഈ ബ്രാൻഡിൻ്റെ ഈ മ്യൂച്വൽ ഫണ്ട് ഇസ് ഗ്രേറ്റ്. പക്ഷേ ആ സ്റ്റേജിൽ നിന്ന് മാറി. All options are given below. You can choose the right one. You can see a lot of data. സ്വന്തമായി ഡേറ്റ ആളുകൾ പഠിക്കാൻ തുടങ്ങി. ബിക്കോസ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക്, അതായത് ഇങ്ങനൊരു ഏജൻറ്റ് വന്ന് പറഞ്ഞു തരുന്ന ഡേറ്റ എന്ന് പറയുന്നതായിരുന്നു ദി ഓൺലി സോഴ്സ് അല്ലെങ്കിൽ ഓൺലി എമൗണ്ട് ഓഫ് ഡേറ്റ ദാറ്റ് വി ഹാവ് ദി ആക്സസ് ടു. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് എ ലോഡ് ഓഫ് ഡേറ്റ. നമ്മൾ ഡേറ്റയുടെ കാര്യം പറഞ്ഞു, പേഴ്സണൽ ഡേറ്റ ഇസ് യൂസ്ഡ് ബൈ ലോഡ് ഓഫ് അതർ പീപ്പിൾ, ബട്ട് റൈറ്റ് നൗ വി ക്യാൻ യൂസ് ദി ഡേറ്റ ഓഫ് സംതിങ് ദാറ്റ് വി കൺസ്യൂം. അപ്പോൾ ഈ സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് നോക്കിയിട്ട് നോക്കാനും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് വന്നു, വിച്ച് ഈസ് ഒബ്വിയസ്ലി എൻ ഇൻട്രൂഷൻ ഓഫ് AI. അതേമാതിരി തന്നെ ഇപ്പം ലൈക്ക് ഇത് ഒരു 5-10 ഇയേഴ്സിന്റെ കാര്യമല്ലേ. ഇപ്പോഴത്തെ ഒരു സിനാറിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ലൈക്ക് കൺട്രീസ് ലൈക്ക് അമേരിക്ക, ബാങ്ക് ഓഫ് അമേരിക്ക അഡാപ്റ്റ് ചെയ്തൊരു സംഭവം ചേസ് കേട്ടിട്ടില്ലേ? ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതേമാതിരത്തെ ബാങ്ക്സ് ഒക്കെ എന്താ ചെയ്യുന്ന വെച്ചാൽ അവരെ കസ്റ്റമേഴ്സിന്റെ സ്പെൻഡിങ്സും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യും ഫ്രം ദെയർ പെർമിഷൻ ഒബ്വിയസ്ലി. എന്നിട്ട് അവർക്ക് അവരുടെ എക്സ്പെൻസ് കൂടുതലാണെന്നും അല്ലെങ്കിൽ അതിന് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ള മെസ്സേജസ്, പോപ്പ് നോട്ടിഫിക്കേഷൻസ് പോകും. ഒബ്വിയസ്ലി ഇത് ലൈക്ക് നമ്മുടെ ബാങ്ക്സ് ഒക്കെ അഡാപ്റ്റ് ചെയ്യാൻ വെരി പിന്നെ അതൊക്കെ അതിഗംഭീര യൂസ് കേസസ് ആണ്. കാരണം ഇഫ് ദർ ഇസ് സംബഡി ടു മെന്റർ യു റൈറ്റ്, യു ആർ ഗോയിങ് ടു ബി ഗ്രേറ്റ്. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ തിങ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ബി ഇറ്റ് ഇൻ ട്രേഡിംഗ് ഓർ ബി ഇറ്റ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഓർ എനിത്തിങ്, ഇഫ് അറ്റ് ഓൾ യു ഹാവ് സംബഡി ഹു ഹാവ് മോർ എക്സ്പീരിയൻസ് ആൻഡ് യു, ആൾ നല്ല ഗൈഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഗൈഡിങ് പവറാണ് AI തരുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന റൈറ്റ് ഇത്രേ ചെയ്യാൻ പാടില്ല കേട്ടോ, ബിക്കോസ് യുവർ സാലറി ഈസ് 10,000, യു ഷുഡ് നോട്ട് ബി സ്പെൻഡിങ് മോർ ദാൻ 3,000 rupees എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ യു ഗോയിങ് ടു ബി മോർ അവെയർ അബൌട്ട് ഹൗ ഇറ്റ് സ്പെൻഡ്സ്. ബിക്കോസ് AI ഈസ് ഗോയിങ് ടു ബി ദെയർ. ഒരു വലിയ ചേഞ്ച് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബ്രിങ്ങിങ് ഇൻ. There is a lot of change and access into financial world as well, because it's a data oriented game. Advisory എന്ന് പറയുന്ന ഒരു ഏരിയ, അതായത് എനിക്കൊരു പക്ഷേ നാളെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്ത് തരാൻ ഒരാളുടെ ആവശ്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാനിത് ChatGPT ടൈപ്പ് ചെയ്തു, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ ജോബ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ഇൻ ദിസ് ഇറ ഓഫ് AI? അപ്പോൾ ChatGPT പറഞ്ഞതെന്ന് പറഞ്ഞു വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ജോലി അങ്ങനെ മൊത്തമായി പോയിക്കൊള്ളുന്നില്ല. ബിക്കോസ് ദർ ഇസ് പേഴ്സണലൈസ്ഡ് റിസൾട്ട് തരണമെങ്കിൽ അത് നിനക്ക് വേണ്ടത് ഞാൻ നിനക്കും, ഇവന് വേണ്ടത് ഞാൻ ഇവനും കൊടുക്കുന്നുള്ള ഒരു രീതിയിലേക്ക് മാറണമെങ്കിൽ ഐ ഹാവ് ടു ബി എ പേഴ്സൺ എന്നുള്ളതാണ് ആ മെസ്സേജിൻ്റെ താഴെയുള്ളത് ഞാൻ പറയുന്നത്.
അപ്പം കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആയിട്ട്, അതായത് വിഘ്നേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വളരെ ഇൻസ് ആൻഡ് ഔട്ട്സ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യണം. ബിക്കോസ് ദി ഐ നോ വാട്ട് യു ആർ ടൈപ്പിംഗ് ഇൻ, അല്ലെങ്കിൽ നിൻ്റെ ഡാറ്റ. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഇൻഡെപ്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ആസ് എ പേഴ്സൺ ഐ ക്യാൻ ഹെൽപ്പ് യു മോർ. പിന്നെ കോംപ്ലക്സിറ്റി, എല്ലാത്ത കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിന് ഒരു ഹ്യൂമന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് എ വിൽ ബി ബീറ്റിംഗ് ദാറ്റ്. പക്ഷേ അതും ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇമോഷൻസ്, ഐ വുഡ് ബി ഇമോഷണലി അറ്റാച്ച്ഡ് ടു യു എന്നുള്ളത്. പക്ഷേ 3 വീക്ക് പോയിൻറ്റ്സാണ്. അതായത് ChatGPT തന്നിട്ടുള്ള 3 പോയിൻറ്റ്സും വീക്ക് പോയിൻറ്റ്സ് ആണ്. സോ ഐ ബിലീവ് ദാറ്റ് നാളെ നമുക്ക് അങ്ങനെ ഒരാളുണ്ടാവില്ല. ദർ വുഡ് നോട്ട് ബി എനി ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ദെയർ ബിക്കോസ് AI ഗോണ റീപ്ലേസ് ഇറ്റ്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് മാനേജ്മെൻറ്റ് ഇസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് തിങ്. അത് ഉറപ്പായിട്ടും റിസ്ക് മാനേജ്മെൻറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് us a lot. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ റിസ്ക് മാനേജ്മെൻറ്റ് ഇസ് എ ഗ്രേറ്റ് ടോപ്പിക് ടു ബി ഡിസ്കസ്ഡ്. നമുക്ക് വേണമെങ്കിൽ ഒരു 10 മണിക്കൂർ അതിനെപ്പറ്റി സംസാരിക്കാനുണ്ടാവും. ആൻഡ് ദ നെക്സ്റ്റ് വുഡ് ബി, ഞാൻ കരുതുന്നത് ക്യാപിറ്റൽ അലോക്കേഷൻ, പൊസിഷൻ സൈസിങ്, അതൊക്കെ റിസ്ക് മാനേജ്മെൻറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെലവൻറ്റ് ചാറ്റ് ബോട്ട്സ് that helps you to take better financial decisions. Maybe ഇത് നല്ലൊരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ how relevant the news is, how credible the news is, what do you think about the sellers, what do you think about the financial institutions is doing about this news എന്നൊക്കെ ഒരാളോട് അല്ലെങ്കിൽ ഒരു ചാറ്റിനോട് കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് റിപ്ലൈ തരുന്ന രീതിയിൽ if at all you could create something like that, very live, very correspondent, അല്ലെങ്കിൽ വളരെ current values തരുന്ന, it is going to help you a lot. Obviously it is going to come. ആൻഡ് ചാറ്റ് ബോട്ട്സ് ലൈക്ക് ദാറ്റ്. അതുപോലെ നമ്മളിപ്പം ഐഫോണിന്റെ സിറി ഇല്ലേ, എക്സാക്ട്ലി, പുതിയൊരു റീല് ഐ വാസ് ജസ്റ്റ് പാസിംഗ് ഇറ്റ് ഔട്ട്. കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ഓൾസോ ട്രൈഡ് നമ്മൾ സിറി ChatGPT ആയിട്ട് കണക്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എനിത്തിങ്. ലൈക്ക് സിറിയിൽ തന്നെ നമുക്കൊരു വേണമെങ്കിൽ ഒരു പാട്ട് എഴുതേണ്ട ലിറിക്സ് എഴുതണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഒരു ഓട്ടോമേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും എത്തി നിൽക്കുന്ന ഈ ടൈമിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫൈനാൻഷ്യൽ വേൾഡിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. ആൻഡ് വാട്ട് ഡു യു തിങ്ക് വിൽ പ്രിവെയിൽ? അവിടെ നിൽക്കും തോന്നുന്നത് എന്താണ്? അതായത് ഒബ്വിയസ്ലി AI ഈസ് എ ന്യൂ എറ, എ ലോട്ട് ഓഫ് തിങ്സ് ആർ ചേഞ്ചിങ്, മാറിക്കൊണ്ട് നിൽക്കുകയാണ്. മാറാതെ നിൽക്കാൻ ചാൻസ് ഉള്ളത് എന്താ ഉള്ളത്? വാട്ട് ഡു യു തിങ്ക് ഇൻ ഫൈനാൻസ് വേൾഡ്? ഐ തിങ്ക് പ്രിഡിക്ഷൻസ് ഇല്ലേ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള, ലൈക്ക് സിഗ്നൽസ് ഒക്കെ ആൾക്കാരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ AI റോബോട്ട്സ് സിഗ്നൽസ് എന്ന് കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാം. ഐ തിങ്ക് അത് when it comes to signals, since you specified it, കാരണം സിഗ്നൽ is something ഇന്ന രീതിയിൽ ഇന്ന മാർക്കറ്റിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ either buy or sell. It is what is signal called. അപ്പോൾ അങ്ങനെ ഒരു സെഗ്മെൻറ്റ് സാധനം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു AI ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ അതർ AIs ടു ബി ഐഡൻറ്റിഫൈങ് ഇറ്റ്. ആൻഡ് മോർ ദി AI, മോർ ദി algo is been running on a single strategy, it is going to be as weak as possible. ഇത് കൺസിസ്റ്റൻ്റ്ലി കംപ്ലീറ്റ് ആയിട്ട് പുതിയ ചെയ്യണം. അവിടെയും ഞാൻ പറയുന്നത് സെൽഫ് ഇംപ്രവൈസിങ് AIs ക്യാൻ ബീറ്റ് ദാറ്റ് സംടൈംസ്. ഫണ്ടമെൻ്റലി ആൾക്കാർ ഒരു പക്ഷേ നാളെ, ബിക്കോസ് ആൻഡ് വേറൊരു കാര്യമുണ്ട്, എല്ലാവർക്കും ഒരുമിച്ച് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. ബിക്കോസ് വെൻ AI കംസ്, ഇഫ് യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ആൽഗോ ആൻഡ് ഐ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ആൽഗോ, നീയും ഞാനും പൈസ ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് ദി 100,000 മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഇസ് ഡൂയിങ് ദ സെയിം, ദാറ്റ് ഡസൻറ്റ് വർക്ക്. ഒന്നെങ്കിൽ നിൻ്റെത് വീക്കും അല്ലെങ്കിൽ എൻ്റെത് വീക്കും, അല്ലാതെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതെ. ആൻഡ് ആ ഒരു ഏരിയയിൽ ഐ സ്ട്രോങ്ലി ബിലീവ് risk management is going to help you out. AI ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റീപ്ലേസ് ചെയ്യും. Exactly. I think what it can't replace is something I call sex. മനുഷ്യന് അതൊക്കെ see there is underways that gives you sensation. അപ്പോൾ അതൊക്കെ long distance relationships എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര, see even sex is going to be replaced, but emotions is something which we think will not be replaced, പക്ഷേ it has nothing to do with finance now. കാരണം finance and emotion side ഒക്കെ എന്തായാലും അത് റീപ്ലേസ് ചെയ്യും. പക്ഷേ it's a very tough question, I know, because AI എന്ത് റീപ്ലേസ് ചെയ്യില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹാർഡ് തിങ്. എന്തൊക്കെ റീപ്ലേസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. തിങ് ഹാസ് ബീൻ ആ ഒരു ഏരിയ വരെ എത്തിക്കഴിഞ്ഞു. പക്ഷേ when I say about personal finance with AI, one important note is this: ഇത്രയും കാര്യങ്ങൾ മാറി. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ യു ജസ്റ്റ് നീഡ് എ പ്രോംപ്റ്റ്. ഗംഭീര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ടു റൈറ്റ് എ കോഡ്, ടു ക്രിയേറ്റ് എൻ ആപ്പ്, ടു ക്രിയേറ്റ് എ വെബ്, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോംപ്റ്റ്. അതായത് ഐ വാണ്ട് ടു ക്രിയേറ്റ് എ വെബ് വിച്ച് ഈസ് എ ഷോപ്പിഫൈ സ്റ്റോർ, ഇ-കൊമേഴ്സ് സ്റ്റോർ വിച്ച് സെൽസ് ലൈറ്റ്സ് എന്നാണെങ്കിൽ ആ കോഡ് അങ്ങ് കിട്ടും. ഇത്രയും ഈസി ആയിട്ടുള്ള ഈ വേൾഡിൽ ദ വേഴ്സ്റ്റ് പാർട്ട് വുഡ് ബി യു ഇഗ്നോറിങ് ഇറ്റ്. AI എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇഗ്നോർ ചെയ്ത് കണ്ണടച്ച് മാറി നിൽക്കുന്നതായിരിക്കാം വൺ ഓഫ് ദ വേഴ്സ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ബി യു ആർ ഡൂയിങ് റൈറ്റ് നൗ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നുണ്ട് ChatGPT 4 കാര്യങ്ങൾ ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേഷനിൽ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതോ
ദാറ്റ് ഈസ് നോട്ട് AI തിങ്. അത് AI-ൻ്റെ ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഐ മീൻ വളരെ ബേസിക് ആയിട്ട് ചെയ്തെടുക്കേണ്ട കാര്യമാണെങ്കിൽ ദർ ഇസ് മച്ച് ബിഗർ ദാൻ AI ക്യാൻ ഡു. ഏറ്റവും ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ദ വേ യു മാനേജ് യുവർ മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബഡ്ജറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന ദർ ഇസ് എ ലോട്ട് ഓഫ് AI ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് യു ഇൻ ബഡ്ജറ്റിംഗ്. ദർ ഇസ് എ ലോട്ട് ഓഫ് AI ദാറ്റ് ഹെൽപ്സ് യു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സജസ്റ്റ് യു ഇൻ ഗ്രേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ദർ ഇസ് എ ലോട്ട് ഓഫ് എക്സാക്ട്ലി ഓട്ടോപൈലറ്റ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഏരിയാസ് ഉണ്ട്. അപ്പം വാട്ട് മെസ്സേജ് ഐ ട്രൈ ടു ഗീവ് ഇസ് ദിസ്: ദ വേ യു മാനേജ് യുവർ മണി ഷുഡ് നോട്ട് ബി ദി ഓൾഡ് വേ. ഇതിനെപ്പറ്റി പഠിക്കാൻ ഇനി നമുക്ക് ശരിക്കും ഒരാൾ ആവശ്യമില്ല. ഇല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് യു ജസ്റ്റ് നീഡ് ടു ഹാവ് ദാറ്റ്, എന്താ പറയുക, തേഴ്സ്റ്റ്. ഓക്കെ, എനിക്കത് പഠിക്കണമല്ലോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആവാൻ പാടില്ലല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ടാവണമെന്നേ ഉള്ളൂ. യു ക്യാൻ ബി ലേണിംഗ് അബൌട്ട് ഇറ്റ് വളരെ സീരിയസ് ആയിട്ട്. ബിക്കോസ് AI is something that is going to help you in everywhere, and as you've told, it is going to make your productivity 20x. വളരെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതിൽ. അതായത് വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് തിങ് യു ക്യാൻ ഡു വിത്ത് ChatGPT ഈസ് സി മൈ സാലറി ഈസ് ഇത്ര. ഇഫ് യു ഹാവ് എ ഗോൾ, ഞാൻ ഐ എം ജസ്റ്റ് ടെല്ലിങ് ഇറ്റ് റൈറ്റ് നൗ, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ബട്ട് സ്റ്റിൽ സി ഐ വാണ്ട് ടു റിട്ടയർ ബൈ 35. Okay, my salary is itra, let us say 50,000, whatever it is. My salary is itra. This is my job, this is my family situation, this is what I have to do, this is my expenses, these are my things. How can I make a million, അല്ലെങ്കിൽ how can I make a couple of millions before I retire? ഒറ്റ ക്വസ്റ്റ്യൻ. ChatGPT can create a very clean budgeting plan for you. ഇത് ചെയ്യാൻ എന്ത് ചെയ്യണം? നമുക്ക് പറ്റണം. ഇൻ ദ സെൻസ് യു ഹാവ് ടു ബി ടോക്കിംഗ് അബൌട്ട് മണി. ഒബിയസ്ലി ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് AI കനോട്ട് റീപ്ലേസ്, ഐ ഗെസ്. കാരണം നമ്മളെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ബിക്കോസ് പീപ്പിൾ ആർ ഫീഡിങ് യു, നേരത്തെ നമ്മൾ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ പോലെ, ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഫീഡിങ് യു ഡം ഷിറ്റ്സ്. അതിൽ നിന്ന് മാറി നിന്നിട്ട് യു ഹാവ് ടു ബി thinking about what your life really is, how to get utilized of your time, how to utilize your money, how to utilize your time, how to utilize your relationships. ഈ സാധനത്തിന് ഫോക്കസ് കൊടുത്തിട്ട് you have to be learning more about it, take better money decisions. എല്ലാ ടെക്നോളജിൻ്റെയും യൂസസ് എടുക്കുക, talk about it basically. ഫൈനാൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുക. ബിക്കോസ് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ നേരമില്ല. ഇറ്റ് ഇസ് എ വെരി ലെസ് സെർച്ച് സബ്ജക്ട്, ഇറ്റ്സ് എ വെരി ലെസ് ടോക്ക് സബ്ജക്ട്. ഇപ്പോൾ വെൻ ഇറ്റ് കംസ് ടു അവർ കൺട്രി, സ്പെസിഫിക്കലി ഇന്ത്യയിലേക്ക് പറയുകയാണെങ്കിൽ, ഫൈനാൻസ് ഇസ് സ്റ്റിൽ എ വെരി വീക്ക് സബ്ജക്ട് ദാറ്റ് പീപ്പിൾ ലീസ്റ്റ് ടോക്ക് അബൌട്ട്. ഈവൻ ദോ പീപ്പിൾ ആർ വർക്കിംഗ് ഫോർ മണി, പീപ്പിൾ ഡു ഓൾ ഡം ഷിറ്റ്സ് വിത്ത് മണി, പക്ഷേ they don't know to manage it. അപ്പോൾ it's a very difficult task to be, and hope AI will help people to manage their money better, and we are hoping it for that soon, right? So yeah, let's end this, right? Yeah.